ഹായ് ഗൈസ്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് യാത്രയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യട്ടോ ഇത്. അച്ഛന് ഭയങ്കര ദുഃഖവും അച്ഛനല്ലാട്ടാ, സത്യത്തിൽ അമ്മയ്ക്കാണ്. അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയി. എനിക്കുള്ള കൊട്ടനെ ഞാനെടുത്തു. അച്ഛൻ മീൻസ് നമ്മെ അവർക്കുള്ള വേറെ കൊട്ടയിലോട്ട് ഇടുക. ആരെന്നെ കണ്ണിന് പെട്ടത് ഈ ഒരു ക്ലിപ്പാട്ടാ. നല്ല രസില്ല ഡിസൈൻ. അതാണ് തന്നെ അമ്മോട് ചോദിച്ചത്. അപ്പൊ തന്നെ അവിടെ ഓർഡർ വന്നു. വെച്ചോ. പിന്നെ നോക്കിയില്ല, അവിടെ വെച്ചോണ്ട് ഞാൻ പോയി. ഈ പൊട്ടിക്കുന്ന സാധനല്ലേ, അത് കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോയിൽ വിളിച്ചത് കണ്ടായില്ല നിങ്ങള്. അത് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, മറന്നുപോയി ഞങ്ങള്. ഇനിയാണ് ഞാൻ എൻ്റെ സെഷനിലേക്ക് എത്തിയത്. ഇനി ഞാൻ ഇവിടെ തകർക്കും. ഇങ്ങനെയാണ് ഞാൻ അച്ഛനെ സോപ്പിടുക. അങ്ങനെ കുറച്ചൊക്കെ എഴുതിയെടുത്തുട്ടാ. അമ്മ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അവളെ വെച്ചുട്ടാ. എല്ലാം അങ്ങനെ പൊട്ടിയാന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അടുത്തത് എടുത്തിട്ട് അഭിപ്രായം അച്ഛനോട് ചോദിച്ചു. കണ്ടോ അമ്മ പിന്നിൽ നിന്നിട്ട് വേണ്ടാന്ന് പറയണ. പക്ഷെ അച്ഛൻ ആരാ മോൻ, അച്ഛൻ പറഞ്ഞു. അതങ്ങനെ ഏറ്റില്ല. പിന്നെ ഞാൻ അത് അവിടെ വെച്ചിട്ട് പോന്നു കേട്ടാ. അച്ഛമ്മ സോപ്പിട്ടിട്ടൊരെണ്ണം കിട്ടി, സിനിമ സോപ്പിട്ടൊരെണ്ണം കിട്ടി. അങ്ങനെ ഇപ്രാവശ്യം കൊറേ കിട്ടിട്ടാ. കുറച്ച് ബാഗുകൾ അവിടെയൊക്കെ ഇരിക്കണ്ടായിരുന്നു. അതെടുത്തൊന്ന് നോക്കിട്ടാ. സ്കൂൾ തുറക്കാറാവുമ്പോ മേടിക്കാൻ അമ്മ പറഞ്ഞു. പിന്നെ എനിക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ഇതിൻ്റെ ഇടയിൽ അച്ഛമ്മ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പാടുന്നുണ്ടായിരുന്നു കേട്ടാ. അച്ഛമ്മക്ക് കിട്ടാത്തതേ അതും ഞാൻ എടുത്ത് കൊടുത്തു. ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ ടി വി ആൾക്കാരെ കാണിക്കുന്നത് കണ്ട്. പക്ഷെ എന്നെ മാത്രം കണ്ടില്ല കേട്ടാ. കുറച്ചു നേരം അവിടെ ഞാൻ നോക്കി നിന്നു. ഒന്നിനു വേണ്ടി വാശി പിടിക്കാണ്ടായപ്പോ അച്ഛൻ എനിക്കൊരു ഡയറി മിൽക്ക് മേടിച്ചു കൂട്ടാ. അത് അപ്പം തന്നെ ഞാൻ അവിടെ ചെന്ന് കഴിച്ചു. വലിയൊരു ബില്ല് ഞാൻ കൊടുത്തുട്ട അച്ഛന്. ഞാനും പാവന്റെ അച്ഛൻ ഒന്നും പറയില്ല കേട്ടാ. ഞാൻ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ എന്നെ കൊണ്ടുപോവാ.